പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ആദിവാസികളുടെ സ്വത്തോ ഭൂമിയോ വഖഫ് ബോർഡിന് തൊടാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭേദഗതി നിയമത്തിലൂടെ ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. देश आजाद होने के बाद 2013 तक वक्फ का कानून चलता था, लेकिन चुनाव जीतने के लिए, तुष्टीकरण की राजनीति के लिए, वोट बैंक की राजनीति के लिए 2013 के आखिर में, आखिरी सत्र में कांग्रेस ने इतने सालों तक चल रहे वक्फ के कानून में आनन फानन संशोधन कर दिया ताकि चुनाव में वोट पा सके। वोट बैंक को खुश करने के लिए इस कानून को ऐसा बना दिया कि बाबा साहब आंबेडकर के संविधान की ऐसी की तैसी। വിനീത വി ജി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന്. വിനീത, പലയിടങ്ങളിലും ഈ വഖഫ് നിയമ ഭേദഗതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ശക്തമായി പാർലമെന്റിൽ ഇതിനെ എതിർത്തതാണ്. വഖഫ് നിയമ ഭേദഗതിയെ ന്യായീകരിക്കുന്ന ഒരു വിശദീകരണമാണല്ലോ പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത്? ജി കെ, ഹരിയാനയിലെ ഹസാറിൽ സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി. അദ്ദേഹം ഈ സാമൂഹിക നീതി നടപ്പാക്കുന്നത് ഈ പുതിയ നിയമത്തിലൂടെ സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഇതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിക്കുകയാണ്. കോൺഗ്രസ് സ്വന്തം നേട്ടങ്ങൾക്കായി വഖഫ് നിയമം ഭേദഗതി ചെയ്തുവെന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ആദിവാസികളുടെ സ്വത്തോ ഭൂമിയോ വഖഫ് ബോർഡിനെ തൊടാൻ പോലും കഴിയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട്. പക്ഷേ വഖഫിന്റെ പക്കലുള്ള സ്വത്തുക്കൾ ആവശ്യക്കാർക്ക് നൽകിയിരുന്നുവെങ്കിൽ അത് ഉപകാരപ്പെടാമായിരുന്നുവെന്നും, പക്ഷേ ഈ സ്വത്തുക്കളുടെയൊക്കെ ഗുണം ലഭിച്ചത് ഭൂമി മാഫിയകൾക്കാണെന്നും പ്രധാനമന്ത്രി പറയുകയാണ്. ഈ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ദരിദ്രരായിട്ടുള്ള മുസ്ലിമുകൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും പ്രധാനമന്ത്രി പറയുകയാണ്. മോദി സർക്കാരിന്റെ ഈ നടപ്പാക്കിയ വഖഫ് ഭേദഗതി നിയമത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. അതിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിക്കുകയാണ്. ഈ വഖഫിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് വോട്ട് ബാങ്ക് എന്നാണ് പ്രധാനമന്ത്രിയുടെ മറ്റൊരു ആരോപണം.